നമസ്കാരം. മാധ്യമജാലകത്തിന്റെ 390 എപ്പിസോഡിലേക്ക് സ്വാഗതം. തിരഞ്ഞെടുപ്പ് ഉത്സവത്തിന്റെ വേറിട്ട കാഴ്ചകളായിരുന്നു പോയ വാരം മാധ്യമങ്ങളിൽ നിറഞ്ഞത്. അതിനെക്കുറിച്ച് മാധ്യമപ്രവർത്തകൻ ബി ചന്ദ്രകുമാർ സംസാരിക്കുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഉത്സവ ലഹരിയിലായിരുന്നു പോയ വാരം കേരളം. അതിന്റെ വ്യത്യസ്ത ചിത്രങ്ങൾ മാധ്യമങ്ങളിൽ കണ്ടു. മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ ഖേൽക്കറും തിരുവനന്തപുരം ജില്ലാ കളക്ടർ അനുകുമാരിയും യുവാക്കൾക്കൊപ്പം നൃത്തം വയ്ക്കുന്ന ചിത്രങ്ങൾ പത്രങ്ങളിൽ കണ്ടു. വോട്ടിൻ്റെ പ്രാധാന്യം യുവാക്കളെ ബോധ്യപ്പെടുത്തുന്ന വീഡിയോ ചിത്രീകരിക്കുന്ന രംഗമായിരുന്നു അത്. വോട്ടൊഴുക്ക് എന്ന തലക്കെട്ടിൽ മാതൃഭൂമി പത്രത്തിൻ്റെ 1-ാം പേജിൽ ഫോട്ടോഗ്രാഫർ രാംനാഥ് പൈ പകർത്തിയ ഒരു ചിത്രം കണ്ടു. പോളിംഗ് ശതമാനത്തിൽ റെക്കോർഡ് കുതിപ്പ് രേഖപ്പെടുത്തിയ വാർത്തയ്ക്കൊപ്പമാണ് ആ ചിത്രം നൽകിയിരിക്കുന്നത്. വോട്ട് ചെയ്ത ശേഷം വള്ളത്തിൽ മടങ്ങുന്നവരുടെ കുട്ടനാട് നിന്നുള്ള ദൃശ്യം മനോരമയിൽ കണ്ടു. വോട്ടിന് ബോട്ട് എന്ന അടിക്കുറിപ്പോടെ പ്രസിദ്ധീകരിച്ച ഈ ചിത്രം ഫോട്ടോഗ്രാഫർ നിഖിൽ രാജാണ് ക്യാമറയിൽ പകർത്തിയത്. ആസാമിലെ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ വലിയ വള്ളങ്ങളിൽ ബ്രഹ്മപുത്ര നദി കടന്നുവരുന്നവരുടെ ദൃശ്യങ്ങളും പത്രങ്ങളിൽ കണ്ടു. പത്തനംതിട്ടയിലെ ഒരു സ്കൂളിൽ വോട്ട് ചെയ്യാനെത്തിയ നടക്കാൻ ബുദ്ധിമുട്ടുള്ള വയോധികനെ ട്രോളിയിൽ കയറ്റി ബൂത്തിലേക്ക് കൊണ്ടുപോകുന്ന ഫോട്ടോഗ്രാഫർ വിപിൻ വേദഗിരി പകർത്തിയ ചിത്രം കേരള കൗമുദിയിൽ കണ്ടു. കണ്ണൂരിലെ ഒരു പോളിംഗ് ബൂത്തിൽ വോട്ട് ചെയ്ത അയൽവാസികളുടെ സന്തോഷം മലയാള മനോരമയുടെ മാസ്റ്റർ ഹെഡിൽ ഇടം പിടിച്ചു. കേരള മീഡിയ അക്കാദമിയിലെ ഫോട്ടോ ജേർണലിസം കോഴ്സിലെ പൂർവ്വ വിദ്യാർത്ഥി അറ്റ്ലി ഫെർണാണ്ടസ് ആണ് ആ ചിത്രം പകർത്തിയത്. പൊന്മുടി ഗവൺമെൻറ് UP സ്കൂളിൽ വോട്ട് ചെയ്ത് മടങ്ങുന്ന കുടുംബം മലനിരകളുടെ പശ്ചാത്തലത്തിൽ സെൽഫി എടുക്കുന്ന ഫോട്ടോഗ്രാഫർ ജെ സുരേഷ് പകർത്തിയ ചിത്രം മനോരമയിൽ കണ്ടു. 82-ാം വയസ്സിൽ കന്നി വോട്ട് രേഖപ്പെടുത്താൻ എത്തിയ ഓമനയമ്മയുടെ ചിത്രം മാതൃഭൂമിയിൽ കണ്ടു. ആർട്ടിമിസ് 2-ലെ ബഹിരാകാശ യാത്രികർ പകർത്തിയ ഒരു ഫോട്ടോ നാസ പുറത്തുവിട്ടു. ചന്ദ്രൻ്റെ ഉപരിതലത്തിൽ നിന്നുള്ള ഭൂമിയുടെ ചേതോഹരമായ ആ കാഴ്ച മിക്ക പത്രങ്ങളിലും കണ്ടു. ഇസ്രയേൽ യുദ്ധം അവസാനിപ്പിച്ചിട്ടില്ല. ലബനനിൽ ബോംബാക്രമണം നടത്തിയ ദൃശ്യം കഴിഞ്ഞ ദിവസവും പത്രങ്ങളിൽ കണ്ടു. യുദ്ധത്തിൻ്റെ പ്രത്യാഘാതം നമ്മുടെ നാട്ടിലും കണ്ടു തുടങ്ങി. കയറ്റുമതി കുറഞ്ഞതോടെ കെട്ടിക്കിടക്കുന്ന കിലോ കണക്കിന് തക്കാളി ഇപ്പോൾ കന്നുകാലികൾക്ക് കൊടുക്കുകയാണ് ഇന്ത്യയിലെ കർഷകർ. കർണാടകയിൽ നിന്നുള്ള ആ കാഴ്ച മിക്ക പത്രങ്ങളിലും കണ്ടു. നിയമസഭാ തിരഞ്ഞെടുപ്പിന്റെ ഉത്സവ ലഹരിയിലായിരുന്നു പോയ വാരം കേരളം. അതിന്റെ വ്യത്യസ്ത ചിത്രങ്ങൾ മാധ്യമങ്ങളിൽ കണ്ടു. തിരഞ്ഞെടുപ്പിലെ ഓരോ ചലനവും വായനക്കാരിലേക്ക് എത്തിക്കുക എന്ന ഉത്തരവാദിത്വം നിർവഹിക്കുന്നവരാണ് പത്രങ്ങൾ. എന്നാൽ വാക്കുകളെ അനാവശ്യമായി പിരിച്ചെഴുതുന്ന അവർ ഭാഷാപരമായ ഉത്തരവാദിത്വത്തെ അവഗണിക്കുകയാണ് എന്നാണ് വാക്കിലേശ്ശേരിയിൽ ST പ്രിൻസ് പറയുന്നത്. കേരളത്തിൽ നിയമസഭാ തിരഞ്ഞെടുപ്പിൻ്റെ ആവേശത്തിന് ഒരു ഇടവേള ആയിട്ടുണ്ട്. കഴിഞ്ഞ ഒരു മാസം എത്ര ആവേശത്തോടു കൂടിയാണ് പത്രങ്ങൾ തിരഞ്ഞെടുപ്പ് വിശേഷങ്ങൾ നമ്മുടെ മുന്നിലേക്ക് കൊണ്ടുവന്നത്. ഒരു മാസം കൊണ്ട് എല്ലാ മണ്ഡലങ്ങളിലൂടെയും ഓടി നടന്ന് അവിടുത്തെ വിശേഷങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ വളരെയേറെ ശ്രദ്ധിക്കുകയായിരുന്നു നമ്മുടെ മാധ്യമങ്ങൾ. മണ്ഡലങ്ങളിലെ വിശേഷം മാത്രമല്ല, വോട്ട് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് സമ്മതിദായകർ അറിയേണ്ട കാര്യങ്ങൾ വരെ വളരെ കൃത്യമായി പല തവണ ജനങ്ങളിലേക്ക് എത്തിച്ചിരുന്നു. ഇങ്ങനെ നോക്കുമ്പോൾ ജനാധിപത്യപരമായ ഒരു ഉത്തരവാദിത്വം നമ്മുടെ മാധ്യമങ്ങൾ ഗംഭീരമായി നിർവഹിക്കുകയായിരുന്നു എന്ന് വേണം പറയാൻ. സാധാരണമായി തിരഞ്ഞെടുപ്പ് ദിവസമൊക്കെ വരുമ്പോൾ വിധി നിർണ്ണയിക്കുന്ന ദിവസം എന്നൊക്കെ എഴുതുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. ഇപ്പോൾ അത് മാറി. അതിന് പകരം ഈ ദിവസം നമ്മുടേതാണ് എന്ന മട്ടിലുള്ള ശീർഷകങ്ങളാണ് നമ്മുടെ പത്രങ്ങളിലൊക്കെ കണ്ടത്. വോട്ടിംഗ് ദിവസം കേരള കൗമുദി എഴുതിയത് ജനദിനം എന്നാണ്. അതായത് ജനങ്ങളുടെ ദിനം, ജനങ്ങൾ തീരുമാനിക്കുന്ന ദിനം എന്നുള്ള രീതിയിൽ ജനാധിപത്യം ജ്വലിക്കട്ടെ എന്ന ആഹ്വാനമായിരുന്നു മാധ്യമത്തിൽ കണ്ടത്. കേരളം എന്ന് ബൂത്തിലേക്ക് എന്ന് ദേശാഭിമാനിയിലും പോളിംഗ് ബൂത്തിലേക്ക് എന്ന് മാതൃഭൂമിയും ഒക്കെ എഴുതിയിരുന്നു സാധാരണ രീതിയിൽ. ഇതിനേക്കാളൊക്കെ ശക്തമായി വളരെ ലളിതമായി പറഞ്ഞത് മലയാള മനോരമയാണ്. ഇന്ന് നമ്മുടെ നാൾ എന്നത് ലളിതമാണ്, ശക്തവുമാണ്.
കേരളത്തിലെ വോട്ടെടുപ്പ് കഴിഞ്ഞതോടെ അടുത്ത ദിവസത്തെ പത്രങ്ങളിൽ വന്ന ശീർഷകങ്ങൾ വളരെ ശ്രദ്ധേയമായിരുന്നു. വോട്ടൊഴുക്ക് എന്നാണ് മാതൃഭൂമിയിൽ കണ്ടത്. ഉയർന്ന പോളിംഗ് ശതമാനം കണക്കിലെടുത്താണ് ഇങ്ങനെ എഴുതിയത്. കേരള കൗമുദി പറഞ്ഞത് ജനതരംഗം എന്നാണ്. മാധ്യമത്തിൽ വളരെ വിചിത്രമായ ഒരു പ്രയോഗം കൊണ്ട് വോട്ട് എന്നാണ്, അതായത് 78.24% വോട്ടെന്ന് എഴുതിയിരിക്കുന്നതാണ്. അതിനകത്തൊരു വാവ് എന്നൊരു ഇംഗ്ലീഷ് പദവും കൂടെ കടന്നുകൂടിയിട്ടുണ്ട്. കേരളം 78.27% എന്നാണ് ദേശാഭിമാനിയിൽ കണ്ടത്. ഇവിടെയും മലയാള മനോരമ വളരെ വ്യത്യസ്തമായ ഒരു ശീർഷകമാണ് കൊണ്ടുവന്നത്. ആഞ്ഞു കുത്തി 78.3 എന്നാണ്. മറ്റിടത്തൊക്കെ 78.28 എന്നൊക്കെ വരുമ്പോൾ ഇവിടെ 78.3 എന്ന് പറഞ്ഞിട്ടുണ്ട്. ആഞ്ഞു കുത്തി എന്ന് പറയുന്നത് വോട്ട് ചെയ്തു എന്നതിൻ്റെ ഒരു നാടൻ പ്രയോഗം. പല തരത്തിലുള്ള വോട്ടിംഗ് വിശേഷം പത്രങ്ങളിലും മറ്റു മാധ്യമങ്ങളിലും വന്നെങ്കിലും എല്ലാവരും ശ്രദ്ധിക്കുകയും ഒരുപോലെ കാണുകയും ചെയ്ത ഒരു വാർത്തയുണ്ടായിരുന്നു. കൂർക്കഞ്ചേരിയിലെ ഒരു ബൂത്തിൽ ഒരു യുവതിക്ക് കുറേ നേരം വോട്ട് ചെയ്യാനാവാതെ വന്ന ഒരവസ്ഥ. മഷി ചാർത്തുന്ന വിരൽ മുറിവേറ്റത് കാരണം വോട്ട് ചെയ്യാനാവില്ല എന്ന് പറഞ്ഞ് അവിടെ ഇരുത്തിയെന്നാണ് പത്രങ്ങളിൽ കാണുന്ന ഒരു ആരോപണം. ഏതായാലും 5 മണിക്കൂറിന് ശേഷം ആ കുട്ടിക്ക് വോട്ട് ചെയ്യാൻ സാധിച്ചു. അതേക്കുറിച്ച് പത്രങ്ങളെല്ലാം വളരെ കാര്യമായി തന്നെ എഴുതിയിട്ടുണ്ട്. മുറിവേറ്റ വോട്ട് എന്നാണ് ഒരു പത്രം അതിനെ വിശേഷിപ്പിച്ചത്. മറ്റൊരിടത്ത് അക്ഷയ ജയിച്ചു ജനാധിപത്യവും എന്ന് എഴുതിയിട്ടുണ്ട്. ഒരാൾക്ക് ഏതെങ്കിലും കാരണവശാൽ വോട്ട് നിഷേധിച്ചാൽ അത് ജനാധിപത്യത്തിൻ്റെ പരാജയമാണ് എന്ന സൂചനയാണ് അവിടെ നൽകുന്നത്. ഇങ്ങനെ ജനാധിപത്യമായ ഉത്തരവാദിത്വമൊക്കെ വളരെ കാര്യമായി നിർവഹിക്കുന്ന പത്രങ്ങൾ കുറേ ദിവസങ്ങളായി ഭാഷാപരമായി എന്താണ് ചെയ്തതെന്നുകൂടി നമുക്ക് നോക്കട്ടെ. കഴിഞ്ഞ കുറേ ദിവസങ്ങളിലായി നമ്മുടെ പത്രങ്ങളിൽ വന്ന ചില പ്രയോഗങ്ങൾ ഇവിടെ പറയാം. ഇവ എടുത്തു പറയാനുള്ളൊരു കാരണമുണ്ട്. മലയാളം സാധാരണമായിട്ട് എഴുതുന്നത് ചേർത്താണ്, അതായത് 2 വാക്കുകൾ ചേർത്തൊക്കെ എഴുതേണ്ടി വരും. ചേർത്ത് എഴുതുക എന്നല്ല പറയുക, ചേർത്ത് എഴുതുക എന്ന് ഒറ്റ വാക്കായിട്ടാണ് മലയാളത്തിൽ പറയുക. അതാണ് അതിൻ്റെ രീതി. മലയാളത്തിൻ്റെ വഴക്കം അതാണ്. എന്നാൽ മലയാളത്തിൻ്റെ വഴക്കവും രീതിയുമെല്ലാം പലപ്പോഴും പത്രത്തിൽ അവഗണിക്കപ്പെടുന്നതായി കാണാറുണ്ട്. അതിൻ്റെ കുറേ ഉദാഹരണങ്ങൾ ഇവിടെ പറയാം. ഒരു ദിവസം പത്രത്തിൽ കണ്ടത് തെരുവുനായ ഭീതിയിൽ ബാലരാമപുരം എന്നാണ്. ഇവിടെ തെരുവ് നായ എന്ന 2 വാക്കായിട്ട് ആണ് എഴുതിയിരിക്കുന്നത്. തെരുവു നായ എന്ന് വേണം എഴുതേണ്ടത്. അതായത് തെരുവ് എന്ന ഒറ്റ വാക്കല്ല, തെരുവു നായ എന്നാണ് എഴുതേണ്ടത്. മറ്റൊരു പത്രത്തിൽ ആശങ്ക വേണ്ടെന്ന് സഭാ നേതൃത്വത്തോട് ഒരു മന്ത്രി പറയുന്നതായിട്ടൊരു വാർത്തയുണ്ട്. അവിടെ സഭ എന്ന് നീട്ടി എഴുതിയിട്ടുണ്ട്, തൊട്ടപ്പുറത്ത് നേതൃത്വം എന്ന് എഴുതിയിട്ടുണ്ട്. രണ്ടും 2 വാക്കായിട്ട്. അങ്ങനെയല്ല, ഒറ്റ വാക്കായി സഭാ നേതൃത്വം എന്നെഴുതുന്നതാണ് മലയാളത്തിൻ്റെ രീതി. ഒരിടത്ത് നേതൃശിബിരം എന്ന് 2 വാക്ക് കണ്ടു. ഒന്നായി വരേണ്ടതാണ് നേതൃശിബിരം. ഈസ്റ്റർ ദിവസം വലിയ ശീർഷകം ഒരു പത്രത്തിൽ കണ്ടിരുന്നു, ഉയർപ്പ് തിരുനാൾ എന്ന്. സത്യത്തിൽ അത് വരേണ്ടത് ഉയർപ്പ് തിരുനാൾ എന്ന ഒറ്റ വാക്കായിട്ടാണ്. തിരഞ്ഞെടുപ്പ് സമയത്ത് തിരഞ്ഞെടുപ്പ് എന്നുള്ള വാക്ക് ഉപയോഗിക്കാതെ നിവൃത്തിയില്ലല്ലോ. ഒരിടത്ത് തിരഞ്ഞെടുപ്പ് ചൂളയിൽ ഉള്ള ശക്തമായ വോട്ടുകളെന്ന് കണ്ടു. അവിടെ വേണ്ടിയിരുന്നത് തിരഞ്ഞെടുപ്പ് ചൂള എന്ന ഒറ്റ പ്രയോഗമായിരുന്നു. മനസ്സ് തുറന്ന് രാജൻ എന്ന് ഒരു പത്രത്തിൽ കണ്ടിരുന്നു. മനസ്സും തുറന്നും 2 വാക്കായിട്ടാണ് എഴുതിയിരിക്കുന്നത്. എന്ന് മാത്രമല്ല, മനസ്സെന്നതിൽ ഒരു സാ മാത്രമേ അവിടെ കാണാനുള്ളൂ. മനസ്സ് എന്നെഴുതുമ്പോൾ ശരിക്കും വേണ്ടത് 2 സാ വേണം. സാ അവിടെ ഇരട്ടിക്കുകയാണ് വേണ്ടത്. എന്ന് മാത്രമല്ല, മനസ്സ് തുറന്ന് എന്ന് മലയാളത്തിൽ എഴുതുമ്പോൾ മനസ്സു തുറന്ന് എന്ന് ഒറ്റ വാക്കായി എഴുതണം. ഇതുപോലെ പല ഉദാഹരണങ്ങളുമുണ്ട്. കുന്ന് കയറി എന്ന് ശരണയെക്കുറിച്ച് പറയുന്നുണ്ട്. കുന്നു കയറി എന്നാണ് വേണ്ടത്. പാറയിൽ നിന്ന് വീണു എന്ന് എഴുതിയിട്ടുണ്ട്. പാറയിൽ നിന്ന് വീണു എന്ന് ആണ് എഴുതേണ്ടത്. ഒറ്റയ്ക്ക് വന്നു എന്ന് 2 വാക്കായി എഴുതിയിട്ടുണ്ട് ഒരു സ്ഥലത്തും. അവിടെ വേണ്ടത് ഒറ്റയ്ക്ക് വന്നു എന്ന ഒറ്റ വാക്കാണ്. പരസ്യ പ്രചാരണം എന്ന് 2 വാക്കായി എഴുതിയിട്ടുണ്ട്. പരസ്യപ്രചാരണം എന്നത് ഒറ്റ വാക്ക് തന്നെയാണ്. അതുപോലെ തന്നെയാണ് പത്രിക സമർപ്പണവും. അതും 2ആയി എഴുതേണ്ട കാര്യമില്ല. വിശപ്പ് രഹിത കേരളത്തെക്കുറിച്ച് ഒരു മന്ത്രി പ്രസംഗിക്കുന്നത് ഒരു പത്രത്തിൽ കണ്ടിട്ടുണ്ടാകും. അവിടെ എഴുതേണ്ടിയിരുന്നത് വിശപ്പ് രഹിതം എന്നാണ്. ക്രിക്കറ്റിൽ ലോക കിരീടം നേടിയപ്പോഴും 2 വാക്കായി എഴുതി കണ്ടു. അതൊരു കിരീടമല്ലേ, ലോക കിരീടം എന്നൊന്നായിട്ടാണ് എഴുതേണ്ടത്. മറ്റൊരു പ്രയോഗം പത്രത്തിൽ കണ്ടത് ദുഷ്കര ദൗത്യമെന്ന 2 വാക്കാണ്. ഒന്നായി എഴുതേണ്ട വാക്കുകളെ 2ആയി എഴുതുന്ന രീതിയിൽ നിന്ന് ഒന്ന് മാറി വരുന്നത് ഒരു ദുഷ്കര ദൗത്യമാണെന്ന് പറയും പോലെ തോന്നി. ഏതായാലും ദുഷ്കര ദൗത്യം എന്നത് ഒറ്റ വാക്കായി തന്നെയാണ് എഴുതേണ്ടത്. ട്രംപിനെ കുറിച്ച് ഒരു സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്, വാ വിട്ട് ട്രംപ്.
വാവിട്ട് എന്ന ഒറ്റ വാക്കായി വരേണ്ടിടത്താണ് ഇങ്ങനെ രണ്ടായി എഴുതിയിരിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ ഭാഷ ഒന്നാക്കിയതിനെ രണ്ടാക്കി പിരിക്കാനുള്ള അവകാശം നമുക്കില്ല. മലയാളം എഴുതേണ്ട രീതിയെക്കുറിച്ചാണ് പറഞ്ഞത്. പത്രങ്ങൾ വരുമ്പോൾ ഒരുപക്ഷെ ഇങ്ങനെ തിരുത്തി മാറ്റിയൊക്കെ വന്നാലായി. പക്ഷേ ശരിയായ രീതി ഏതെന്ന് അറിഞ്ഞിരിക്കാനുള്ള അവകാശമെങ്കിലും നമുക്കുണ്ടല്ലോ. ഇന്ത്യൻ എക്സ്പ്രസ് പത്രത്തിലും PTIയിലും ദീർഘകാലം പ്രവർത്തിച്ച KS ഭാസ്കരനാണ് ഇന്ന് മൈ സ്റ്റോറിയിൽ. ഗ്രന്ഥകർത്താവ് കൂടിയാണ് അദ്ദേഹം. തൃശൂർ ഫാദർ വടക്കന്റെ പത്രത്തിലായിരുന്നു അദ്ദേഹം തന്റെ മാധ്യമ പ്രവർത്തനത്തിന് തുടക്കം കുറിച്ചത്. മാധ്യമ പ്രവർത്തകൻ KS ഭാസ്കരന്റെ വാക്കുകളിലേക്ക്. മാതൃഭൂമി ബാലസംഘം ഒരു പങ്ക്തി ഉണ്ടായിരുന്നല്ലോ, അതിലാള് ഇങ്ങനെ അപേക്ഷ നാലണയുടെ സ്റ്റാമ്പ് വെച്ച് അപേക്ഷ കൊടുക്കാൻ ഞാൻ ഹൈസ്കൂളിൽ പഠിക്കുമ്പോൾ ഞാനന്ന് 4th മറ്റോ ആയിട്ടുള്ളൂ. അപ്പോൾ ഈ വീക്ക്ലിയൊക്കെ സ്ഥിരമായിട്ട് വായിക്കുമായിരുന്നു. അപ്പോൾ ഇത് കണ്ടപ്പോൾ ഒരു 4 സ്റ്റാമ്പ് അകത്ത് വെച്ച് കവർ അയച്ചു. 600ാമത് നമ്പറായിട്ട് എൻ്റെ പേര് KS ഭാസ്കരൻ എന്ന് പറഞ്ഞ് ആദ്യം അച്ചടിച്ച് മഷി പുരണ്ട് വരുന്നത് അതാണ്. അതിനുശേഷം പിന്നെ ഞങ്ങൾ ഈ ദേശീയ കലാസമിതി ഉണ്ടാക്കിയപ്പോൾ ഒരു പാഠ്യപുസ്തകം ഇറക്കി. അതിൽ എൻ്റെ ഇതൊക്കെ ഉണ്ടായിരുന്നു. അതിൽ പേര് എന്തായാലും പഠിക്കുമല്ലോ. പിന്നീട് ഞാൻ 56 തന്നെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെയാണ് മലയാളം എക്സ്പ്രസ്സിൽ ഉറക്കെ ചിന്തിക്കുക എന്ന് പറഞ്ഞിട്ടൊരു പങ്ക്തി ഉണ്ടായിരുന്നു. ലീഡർ പേജിൽ അത് കൊടുക്കും. ഞാനതിലന്ന് ആ കൊല്ലം കൽക്കട്ടയിൽ വെച്ച് AICC നടന്നു. AICCയിലെ CM സ്റ്റീഫൻ നെഹ്റുവിനെതിരെ എന്തോ സംസാരിച്ച ഒരു പ്രശ്നമുണ്ടായിരുന്നു അന്ന്. നെഹ്റുവിനെ കുറിച്ച് ചെറിയ വിമർശനാത്മകമായിട്ട് എന്തോ പറഞ്ഞു. അപ്പോൾ അത് അവിടെ അദ്ദേഹത്തെ അതിന് തടയും അതിന് വിലക്ക് ഏർപ്പെടുകയൊക്കെ ഉണ്ടായി. അപ്പോൾ അതേക്കുറിച്ച് ഞാനൊരു ഫുൾ കോളം വരാവുന്നത്ര മാറ്റർ ഒരു ഉറക്കെ ചിന്തിക്കുക, എൻ്റെ പേര് വെച്ച് തന്നെയാണ് ഉറക്കെ ചിന്തിക്കുക, സ്റ്റാലിനിസം ഇങ്ങോട്ടും എന്നുള്ള തലക്കെട്ടിലാണ് ഞാനത് കൊടുത്തത്. ആദ്യത്തെ പത്രത്തിൽ അച്ചടിച്ചു വരുന്നത് എൻ്റെ മാറ്റർ അതാണ്. അതിനുശേഷം പിന്നെ മാതൃഭൂമിയിലൊക്കെ ചിലപ്പോൾ ഈ ആക്ഷേപാഭിപ്രായത്തിലൊക്കെ വിദ്യാഭ്യാസ രംഗത്തെക്കുറിച്ച് ഇതൊക്കെ വരുമ്പോൾ പണ്ട് ഈ ബൈഫർക്കേഷനൊക്കെ വന്ന വിഷയങ്ങളിൽ അതിൽ ചില അഭിപ്രായങ്ങൾ എഴുതി അടിച്ചു വന്നിട്ടുണ്ട്. 64 ഈ പാർട്ടി പിളർന്നതിന് ശേഷം EMS ആദ്യമായിട്ട് പത്രസമ്മേളനം നടത്തുന്നത് തൃശ്ശൂരിലാണ്, തൃശ്ശൂർ പാർട്ടി ഓഫീസിൽ. അന്ന് അത് കവർ ചെയ്യാൻ തന്നെയാണ് അയച്ചത്. അപ്പോൾ അതുപോലെ പല പ്രധാന ഇതിനൊക്കെ അയക്കാറുണ്ട്. നമ്മുടെ പത്രപ്രവർത്തകരുടെ സാധാരണ ഈ സ്വഭാവങ്ങളൊക്കെ ഇതിൽ ഞാനും ഉൾപ്പെടാത്തതുകൊണ്ട് എന്നെ മലയാളം എക്സ്പ്രസിൻ്റെ ഒരു MR നായർ എന്ന് പറയുന്ന പ്രായമുള്ള കേട്ട് കാണും, അവിടെ ജോലി ചെയ്തിട്ടുള്ളതുകൊണ്ട് എല്ലാവരും ആദരിക്കുന്ന മനുഷ്യനാണ്. അപ്പോൾ അതിനോട് പറഞ്ഞിട്ടുണ്ട്, ഭാസ്കരൻ ഈ ഞങ്ങളൊക്കെ ഇങ്ങനെയായിപ്പോയി ഭാസ്കരൻ, ഈ ശൈലി തന്നെ ഇത് തുടരണം എന്നുപദേശിച്ച്. കൊല്ലത്ത് അങ്ങനെയല്ല ശൈലി. പത്രപ്രവർത്തകരുടെ പാർട്ടികൾക്ക് മദ്യപാനം ഒരു സ്ഥിരം ഒരു ഇതാണല്ലോ, അത് ഞാൻ ഉപയോഗിക്കാറില്ല. പത്രാധിപർ എന്നുള്ള നിലയിൽ വടക്കനച്ചൻ അത് എന്താണ് പത്രപ്രവർത്തനം, എങ്ങനെ ചെയ്യണം, ഇന്നത്തെ പോലെയല്ല. ഞാൻ ഒരു ഉദാഹരണം പറയാം. അച്ഛൻ്റെ വാർത്തകളൊക്കെ കവർ ചെയ്യാറുണ്ട് ഞാൻ. അതൊക്കെ ഈ ചുരുളിക്കീരത്തോട് സമരം ഉണ്ടായപ്പോൾ കുടിയേർക്ക്, അവിടെ ആ കുടിയിറക്കിന് ഒരു ദിവസം, അത് ഫെബ്രുവരി ലാസ്റ്റിലാണ്, പർട്ടിക്കുലർ ഡേറ്റ് ഞാനിപ്പോൾ ഓർക്കുന്നില്ല, ഫെബ്രുവരി ലാസ്റ്റിലാണ്. അത് തൊടുപുഴയിൽ നിന്നുള്ള ഒരു ഇസ്മയിൽ എന്നോ മറ്റു പറഞ്ഞു, ഇസ്മയിൽ എന്നായിരുന്നു എൻ്റെ ഓർമ്മ, അങ്ങനെയാണ് ലേഖകൻ്റെ പേര്. രാത്രി ഞാൻ ഡ്യൂട്ടി, എനിക്ക് അന്നത്തെ ഇത് എനിക്കാണ്.
അപ്പം വടക്കനച്ചൻ ഓഫീസിൽ നിന്ന് സന്ധ്യ ആകുമ്പോൾ അദ്ദേഹം താമസ സ്ഥലത്തേക്ക് നെല്ലിക്കുന്നെന്ന് പറയുന്ന സ്ഥലത്ത് ആണ് അദ്ദേഹം താമസിക്കുന്നത്. അദ്ദേഹത്തിന് അങ്ങോട്ട് പോയിരുന്നു. അപ്പോൾ ഈ അവിടെ നിന്ന് ഫോൺ വന്ന് പറഞ്ഞു, അവിടെ വെടിവെപ്പുണ്ടായിരിക്കുന്നു, കുടിലുകൾ പൊളിച്ചിരിക്കുന്നു, ചുരുളി കീരിത്തോടെന്ന് പറയുന്നു. 2 പേര് വെടിവെപ്പിൽ കൊല്ലപ്പെട്ടു, പേരും പറഞ്ഞു തന്നു. അപ്പോൾ ഞാനത് എഴുതിയെടുത്തിട്ട് ഞാൻ അച്ഛനെ വിളിച്ചു. അച്ഛനെ വിളിച്ചപ്പോൾ അച്ഛൻ അങ്ങനെ ആ വാർത്ത ഉടനെ കൊടുക്കാനല്ല പറഞ്ഞത്. അച്ഛൻ പറഞ്ഞത് കോട്ടയത്ത് മനോരമയിലും മാതൃഭൂമിയിലും ദീപികയിലും ആ രണ്ടിൻ്റെയും നമ്മൾ ഓഫീസുണ്ട്. എന്നോട് പറഞ്ഞു അവിടെ വിളിച്ച് ഓഫീസിൽ ചോദിച്ചിട്ട് അവർക്ക് ഈ വാർത്ത കിട്ടിയിട്ടുണ്ടോ, ഇങ്ങനെ ഉണ്ടെങ്കിൽ അവർ അത് പ്രസിദ്ധീകരിക്കുന്നുണ്ടോ എന്ന് ചോദിക്കാൻ പറ്റും. ഞാൻ ഈ 2 മനോരമ ഓഫീസിലും ദീപികയിലും വിളിച്ചു. അപ്പോൾ മനോരമയിൽ നിന്ന് എനിക്ക് തന്നിയ മറുപടി, വാർത്ത കിട്ടിയിട്ടുണ്ട് പക്ഷെ ഞങ്ങൾ കൊടുക്കുന്നില്ല. അതായിരുന്നു മനോരമയുടെ പ്രതികരണം. ദീപികയിൽ വിളിച്ചപ്പോഴേ വാർത്ത കിട്ടി കൊടുക്കുന്നുമുണ്ട്. അപ്പം ഞാൻ നേരെ അച്ഛനെ വിളിച്ച് കാര്യം പറഞ്ഞു, ഇങ്ങനെയാണ് അവിടെ നിന്ന് പറഞ്ഞത്. അപ്പോൾ എന്നോട് വാർത്ത പ്രസിദ്ധീകരിക്കാൻ പറഞ്ഞു, കൊടുത്തേക്കാം. അപ്പോൾ അന്നത്തെ ഓപ്പണിംഗ് വാർത്തയായിട്ട് ഈ വാർത്ത കൊടുത്തു. അത് കൊടുത്തു കഴിഞ്ഞിട്ട് അന്ന് രാവിലെ അച്ഛൻ ഓഫീസിൽ വന്നു. അപ്പോൾ ഞങ്ങളെല്ലാവരെയും വിളിച്ചു. അന്ന് എഡിറ്റേഴ്സ് വർഗീസുമായി ചെയ്ത് തുടങ്ങി ഞങ്ങൾ എഡിറ്റേഴ്സിനെ എല്ലാവരെയും വിളിച്ച് ചുരുളിക്കീരത്തോട് ഒരാൾ പോകണം നിങ്ങളുടെ കൂട്ടത്തിൽ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അച്ഛൻ തന്നെ പറഞ്ഞു, ഭാസ്കരൻ തന്നെ പോട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ ബാക്കിയെല്ലാം മറ്റേ ഇതെല്ലാം ഉണ്ട്. പോയിക്കോട്ടെ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ പോയിക്കോളാം. അങ്ങനെ എനിക്ക് ഒരു അതറൈസേഷൻ ലെറ്റർ തന്നു. അവിടെ കളക്ടറും SP ഒക്കെ അവിടെ മുതലപ്പുഴ ആറെന്ന് പറയുന്ന ആ സ്ഥലത്ത് മുതിരപ്പുഴയല്ല മുതിരപ്പുഴ എന്ന് തെറ്റാണ് ഞാൻ പറഞ്ഞത്. മുതിരപ്പുഴ ആറെന്ന് പറയും. അവിടെയാണ് അവർ ക്യാമ്പ് ചെയ്യുന്നത്. അവരുടെ ക്യാമ്പ് ഹൗസ്. അപ്പോൾ എനിക്ക് ഒരു കത്ത് ഇങ്ങനെ തന്നു, ഇത് കൊടുത്ത് അങ്ങോട്ട് പോകാനുള്ള അനുവാദത്തിന് വേണ്ടി. അപ്പോൾ ഞാൻ രാവിലെ അന്ന് തന്നെ ഞാൻ പോയി. ഞാനവിടെ ചെന്ന പെരുമ്പാവൂർ വഴിയാണ് പോയത്. അവിടെ ചെന്ന് അടിമാലിക്കുന്ന ഉള്ള വഴി. അവിടെ ചെന്ന് ഞാൻ ഇവർ താമസിക്കുന്ന സ്ഥലം ഞാൻ അവിടെ ഒരു ചെറിയ എൻ്റെ ഒരു ബാഗും ഡ്രസ്സും ഒക്കെ ആയിട്ട് ഉണ്ടായിരുന്നു. അത് ഞാൻ അവിടെ ഒരു ചെറിയ വഴിയോരത്തൊരു കടയുണ്ടായിരുന്നു. ആ കടയിൽ ഏൽപ്പിച്ചിട്ട് ഈ കത്ത് കൊടുക്കാൻ അവിടെ ചെന്നവർ അവിടെ ഉണ്ടായിരുന്നു. 2 പേരും ഉണ്ടായിരുന്നു. ഒരു മാധവമേനോന്ന് മറ്റാണ് അന്നത്തെ കളക്ടറുടെ പേര്. എനിക്കത് ഉറപ്പില്ല. SP 2 പേരും ഉണ്ടായിരുന്നു അവിടെ. കത്ത് കൊടുത്തപ്പോൾ അങ്ങോട്ട് അനുവാദമില്ല, അവിടെ എല്ലാം പോലീസ് നിൽക്കുകയാണ്, വഴി അങ്ങോട്ട് പുറത്തുനിന്ന് ആരെയും പ്രവേശിപ്പിക്കുന്നില്ല എന്ന് പറഞ്ഞു. അപ്പം ഞാനിങ്ങനെ പുറത്ത് അവിടെ വന്നിട്ട് ഇങ്ങനെ അപ്പം ഞാൻ ഈ പുറത്തുനിന്ന് ഒരാളെ കണ്ടപ്പോൾ പലരും അവിടെ ചെറുപ്പക്കാരോട് കൂടി എന്താ ഞാൻ ഇന്നേതാണ് തൊഴിലാളി എന്നാണ്. അപ്പോൾ തൊഴിലാളി എന്നാന്ന് പറഞ്ഞപ്പോൾ എല്ലാവർക്കും വളരെ താല്പര്യമായി. അങ്ങനെ അവർ ഒരു വഴി പറഞ്ഞു തന്നു. പ്രധാന വഴികളല്ലാതെ ഊട് വഴി ഒത്തിരി സാഹസികമാണ്, വലിയ കുത്തനെയുള്ള ഇത് വല്ലാതെ ബുദ്ധിമുട്ടിക്കാരൊക്കെ വേണം. ധൈര്യം ഉണ്ടെങ്കിൽ പോവാമെന്ന് പറഞ്ഞു. ഞാൻ ധൈര്യമൊന്നും നോക്കിയില്ല. ഞാൻ പോയി. പക്ഷെ അങ്ങോട്ട് മുഴുവൻ സ്ഥലത്തേക്കും എനിക്ക് പോകാൻ പറ്റിയില്ല. പോലീസും ഇതെല്ലാം ഉണ്ട്. ഇവരെന്ന് കുറേ ഇത്
കണ്ടുപോയി. ഞാൻ അന്ന് വന്നിട്ട് രാത്രി താമസിച്ച് അവിടെ തന്നെ ഒരു പള്ളിയുണ്ട്, ക്രിസ്ത്യൻ പള്ളിയുണ്ട്. അപ്പോൾ ഞാൻ അവിടെ ചെന്ന് അവിടുത്തെ അച്ഛനെ കണ്ട് കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അച്ഛനവിടെ താമസിക്കാവുന്ന രാത്രി അവിടെ തങ്ങാനുള്ള സൗകര്യമൊക്കെ ചെയ്തു തന്നു. രാത്രി അവിടെ തങ്ങി പിറ്റേന്ന് ഞാൻ തൃശ്ശൂരിൽ വന്ന് അച്ഛൻ്റെ അടുത്ത്, അച്ഛൻ മുറിയിൽ ഉണ്ടായിരുന്നു. മുറിയിൽ ചെന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇങ്ങനെ ഉടനെ ആദ്യം പൊട്ടിത്തെറിച്ചു. എന്ത് ധിക്കാരാണ് കാണിച്ചത്, ധിക്കാരെന്നല്ല വേറെന്ത് വാക്കാണ് ഉപയോഗിച്ചത്. തൻ്റെ അച്ഛനോട് എന്തെങ്കിലും പറ്റിപ്പോയാൽ തൻ്റെ അച്ഛനോട് ഞാൻ എന്തു പറയുമായിരുന്നു, അച്ഛനൊക്കെ അറിയാമായിരുന്നു, എന്തു പറയാമായിരുന്നു എന്നാണ് ആദ്യം. ഞാൻ പറഞ്ഞു ഞാനതൊന്നും ആലോചിച്ചില്ല. അപ്പോൾ ഈ കാടല്ലേ, പോലീസുണ്ട്, പോലീസിൻ്റെ ചിലപ്പോൾ അവർ വെടിവെക്കാം, പിന്നെ കാട്ടുമൃഗങ്ങളുണ്ട്. അപ്പോൾ ഇതാണ് അച്ഛൻ ഉദ്ദേശിച്ചത്. അപ്പോൾ എന്തെങ്കിലും സംഭവിച്ചു പോയി ഈ നേർവഴിയൊന്നല്ലല്ലോ, ഒരു വല്ലാത്ത ഇതായിരുന്നു. അങ്ങനെ പിന്നെ അവസാനം അച്ഛൻ അങ്ങനെ പെട്ടെന്ന് അച്ഛന് അങ്ങനെ ഒരു ഇത് ഉടനെ തന്നെ മാറുകയും ചെയ്യും. സാധാരണ ഇതിൽ വരും. ഈ ലക്കം മാധ്യമജാലകം ഇവിടെ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.